ഹായ് ഹലോ നമസ്കാരം. ഇന്നാണെങ്കിലേ എൻ്റെ മിക്സി ഒന്ന് ചീത്തയായി. അപ്പോൾ ഞങ്ങൾ മിക്സി ഒന്ന് ശരിയാക്കാനായിട്ട് ഇന്ന് റൂവി വരുന്ന പോകാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് റൂവി പോകുന്ന കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും ഒക്കെയാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ റൂവി പോവാണ്. ഇത് ഫുൾ മൂണല്ലേ? സംഭവം നല്ലത് വെച്ചാ ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല. കൊറേ വീഡിയോ കണ്ടത്. അത് വലിയ വണ്ടി ആയോണ്ട് മോനെ, കാറിന്റെ ഒക്കെ അടിക്കുന്നിടത്തല്ല അതിന് പെട്രോൾ അടിക്കുന്നത്. വലിയ വണ്ടികൾ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഈ കാറ് കൊണ്ടൊക്കെ വരുന്നവർക്കേ ഒത്തിരി പാടാവും. കാരണം കാറിനൊക്കെ കുറച്ച് പോരെ അടിക്കുന്നത്. വലിയ വണ്ടി ആകുമ്പോഴേ ഒത്തിരി പെട്രോൾ അടിക്കണം. അവരിപ്പോ ഒത്തിരി നേരം അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴേ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് കാറിന് അടിക്കുന്നത്. കുഞ്ഞു വണ്ടിക്ക് പെട്രോൾ അച്ഛൻ പറ്റൂലേ? കൊറേ നേരം ഉണ്ടോ? കൊറേ നേരം എടുക്കണം. ബാസ്കറ്റ് റോബിൻസിൽ അവർ ചെയ്തേക്കുന്ന ഒരു കാര്യം കണ്ട 31 അത് വണ്ടിനെ കേക്ക് ചോണ്ടിച്ചോ. പിന്നെ കേക്ക് ചോണ്ടിച്ചു. 81 അവര് ഹൈലൈറ്റ് ചേച്ചി പോകുമ്പോ വണ്ടി ഓടിച്ചാൻ പറ്റൂലേ? വണ്ടി ഇച്ചോ തെറ്റി തെറ്റി പോവോ? 500 ഞങ്ങളുടെ നിത്യമേമ പറഞ്ഞു. അതുകൊണ്ട് ബർത്ത്ഡേയുടെ അന്ന് പോയാലും അങ്ങനെ എന്താ കിട്ടും? നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് പോയാലേ കാണിക്കണം. നമ്മുടെ ID കാർഡ് എന്തിനൊന്ന് കാണിച്ചാ മതി. അല്ല അതുപോലെ ഇവര് ഈ 31 അങ്ങനെ എന്തോ ഒരു ഓഫർ തരും. ഇവിടെ മിക്സി ആക്കുന്ന ഇല്ല കേട്ടോ. റൂബി വരെ പോയേ പറ്റുമോ? ഇല്ലേ? പിന്നെ അല്ല, ഈ സീബില് കാണത്തില്ലായിരുന്നോ? സാധനങ്ങൾ കാണും അല്ലേ? അതിനുവേണ്ടി പണിയില്ലല്ലോ. ആ താഴത്തെ ചവിട് മാറ്റി ചെലപ്പോ അന്ന് തന്നെ. അത്രേ ഉള്ളു കേസ്. ഈ KM ഉണ്ട് എപ്പോഴും. പക്ഷെ മേളോട്ട് എന്തോ ഉള്ളത്. അപ്പൊ താഴോട്ടാണോ ഈ മാർക്കറ്റിംഗ് വരുന്നത്? ബേസ്മെന്റിലോട്ട് അങ്ങനെ പണ്ട് നമ്മൾ പിയാനോ അങ്ങോട്ട് മേടിച്ച. ഇത് എത്ര നില കെട്ടിടോ? 10 കൂടുതലുണ്ടോ? അല്ല ഇപ്പുറത്തെ സൈഡിലെ അതല്ലേ ഏട്ടാ ഇപ്പുറത്തെ. ഓർക്കുന്നില്ല. റൂമിൽ അടിക്കല്ലോ. അല്ല ഇവനെന്തോ പറഞ്ഞു.
റൂബി ആയോ? പഠിച്ച ഡാൻസ് കളിച്ചേ പടി. ഇങ്ങോട്ട് നോക്കി കളിച്ചേടാ, നോക്കി കളിച്ചേ. കളിക്കുന്നില്ലേ? കളിക്കടാ ഉണ്ണി. നമ്മള് റൂബി എത്തിയാൻ പഠിച്ച അമ്പടിതോ KFC ഉണ്ടോ? ഇതിപ്പോഴും കണ്ടു വന്നെയാണോ? ആ അത് ശരി, കൊള്ളാലോ. നമ്മള് കേറിയിട്ടുണ്ടോ അതിനകത്ത്? ഇല്ലേ? ലുലു അപ്പുറത്തുണ്ടോ? ഇല്ല, വലിയ ലുലുവോ? ആ അത് ശരി. ഇതിനി എങ്ങോട്ടാ പോന്നെ? ഇതിനകത്തോട്ട്? KM ഇവിടെയും KM ഉണ്ടോ? നമ്മൾ കേറിയിട്ടുണ്ടോ അതിനകത്ത്? അപ്പൊ നമ്മള് റൂബിക്ക് ഉള്ളിലോട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ എല്ലായിടം കടകളൊക്കെ അടച്ചേക്കുവാൻ തോന്നില്ല ഏട്ടാ. 9:30 ആയില്ലേ? അതുകൊണ്ടായിരിക്കുവോ? അവധിയും കൂടെ ആയോണ്ടേ. അല്ല, വെള്ളിയാഴ്ചയും കൂടെ ആയോണ്ടേ ചിലപ്പോ. അതിന് ഇന്ന് കട തുറന്നു കാണുമെന്ന് എങ്ങനെ അറിയാം? ഇല്ലേ? അടച്ചോ? ഷോ വെറുതെയാണോ വന്നേ? നോക്കി വേറെ ഏതെങ്കിലും കടയുണ്ടോന്ന്. ഇതാണോ KM ലുലു എല്ലാം അടുക്കടുക്കുണ്ടല്ലേ? വേറെ എവിടെയെങ്കിലും കടയുണ്ടോ ഏട്ടാ? ദോണ്ട കടകളൊക്കെ കാണുന്ന ഓരോന്ന്. കൊറേ പൂച്ചക്കുഞ്ഞുങ്ങള് വേസ്റ്റ് പിന്നെടുത്ത്. ആരോടെ? ഇതൊക്കെ കമ്പ്യൂട്ടർ ഇരിക്കുന്നല്ലോ, കമ്പ്യൂട്ടറിന്റെ കടയാ. പക്ഷെ ഇത് ചിലപ്പം വെള്ളിയാഴ്ച ആയോണ്ടായിരിക്കും കേട്ടോ. കടകളെല്ലാം അടച്ച്. ദേ ഇവിടെ ദാ പാനിപൂരി വിൽക്കുന്നു. ഇതെന്താ പള്ളിയാണോ? നമ്മളെന്നും ലുലുല. അപ്പൊ ഇന്ന് KM കയറിയാലോ? കഴിക്കാന്നോ അത്? ഈ പാട്ട് നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടായിരുന്നു. ആരുടെ? ഏത് സിനിമയിലെയാ? ഓ അത് ശരി, മലയാളം വായിക്കാൻ അറിയത്തില്ലായിരുന്നല്ലേ? പറക്കി പറക്കി വെക്കത്തേ ഉള്ളല്ല. എവള് മലയാളം എഴുതിയാലുണ്ടല്ലേ പലപ്പോഴും തെറ്റാ. അങ്ങനെ അഞ്ചക്കള്ളക്കൊക്കൻ ഇത്ര പറ്റും. മലയാളത്തിന്റെ നോട്ട്സ് പരീക്ഷിക്കുമ്പോ ഞാനാ അറിയോ? പരീക്ഷിക്കുമ്പോ എല്ലാ നോട്ട്സും ടീച്ചർ പറയുമെന്ന് PDF ആക്കിയിട്ട് ഓരോ സബ്ജക്റ്റിനും ഓരോ പേരെ വെച്ചിട്ട് മലയാളത്തിന് എന്നെയാ എടുക്കുന്നത്. അത്രയ്ക്ക് നീ തന്നെ ഇത്രേ ഉള്ളത്. അപ്പൊ ബാക്കിയുള്ള പിള്ളേരുടെ അവസ്ഥ എന്തോടി? അല്ല, കാരണം എന്റെ അത്ര ഇറന്ന് വരാറില്ല. നീ തള്ളിയതല്ല, എന്റെ ബുക്ക് ഞാൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നീ തന്നെ ഇത്രയും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് നിന്റെ ഒരു വിശ്വാസം. എനിക്ക് എന്റെ ബുക്കിന് അപ്പൊ നീ, എനിക്കറിയാം നീ തെറ്റാ ചെയ്യുന്നത്. പലപ്പോഴും തെറ്റൊക്കെ വരാറുണ്ട്. സ്വന്തമായിട്ട് എഴുതുമ്പോഴല്ലേ ഇത്. പക്ഷെ ടീച്ചർ എഴുതുന്നത് വീടല്ലേ, നമ്മള് സ്വന്തമായിട്ട് തന്നെ എഴുതണ്ട. പക്ഷെ അങ്ങനെ വലിയ മറ്റേ ടീച്ചർമാരുടെ വെട്ടും കുട്ടൊന്നും ഇല്ല എന്റെ ബുക്കില്. കുറച്ച് എന്റെ അച്ചേഴ്സിന്റെ പുതിയ ഉടുപ്പ് കണ്ട. പുതിയ ഉടുപ്പൊന്നും അല്ല, പുതിയ ലുക്ക് കണ്ട. എന്ന് ഫുൾ കൈ ഫുള്ളായിട്ടുള്ള ഉടുപ്പല്ലേ ഇടുന്നത്. ഫുൾ സ്ലീവ് മറ്റേ ഹാഫ് സ്ലീവ് ആക്കി. രസമുണ്ട്. അപ്പൊ നമ്മള് ലുലുലാ കയറുന്നത്. അപ്പൊ ഇന്ന് നമ്മള് KM ആക്കി. അപ്പൊ ഗൈസ്, നമുക്ക് മൈലാഞ്ചിയും കൂടെ മേടിക്കാം. ആലിയ ഭട്ട് ഇൻസ്പയർഡ് മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാത്തിലും കിടക്കുന്നുണ്ട്. അപ്പൊ അത് ട്രൈ ചെയ്യണം. അമ്മച്ചി ഇട്ടുവല്ലോ അമ്മച്ചി മൈലാഞ്ചി. പിന്നെന്താ വേണ്ട.
അപ്പോൾ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓറിയോ മിൽക്ക് ഷേക്കിന്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മള് വാനില ഐസ്ക്രീം എടുത്തു, ചോക്ലേറ്റും എടുക്കാവുന്നതാണ്. നമുക്ക് ഓറിയോ എടുക്കണം. ഇതെന്ത് ഡാൻസ് കളിക്കുന്നോ? മൈലാഞ്ചി മേടിക്കാം. ഇതെടുക്കാം, നല്ല ഫില്ല. ഒരു കുടുംബം കൊച്ചും കുട്ടിയെല്ലാം വരുമ്പോൾ അപ്പൊ നമ്മളങ്ങനെ KME മൈലാഞ്ചി മേടിച്ചു, ഐസ്ക്രീം മേടിച്ചു, പിന്നെ പാല്, തൈര് അങ്ങനെയുള്ള സാധനങ്ങളും മേടിച്ചിട്ട് നമ്മള് വണ്ടിയിലോട്ട് പോവാണേ. റോഡ് ക്രോസ് ചെയ്യട്ടെ. അതാണ്ട് അച്ഛൻ സാധനം കൊണ്ട് പോകുന്നുണ്ടോ, 7up മേടിച്ചു കേട്ടോ. അമ്പാടിക്ക് അവന്റെ വീഡിയോ ഞാൻ എടുക്കുന്ന ഇഷ്ടമല്ല. ഇപ്പൊ തരാം. എത്ര അടുത്ത വെച്ച കല്യാണ് ഇവിടെയൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. നമ്മൾ അവിടെ വെച്ചാണ് നെക്സ്റ്റ് ചെയ്യണോ ഇത്? അതിന്റെ ഫ്രണ്ട് വശമാണ് ഇതല്ലേ? ആളുണ്ടല്ലോ. ഈ ജോയാലുക്കാസ് എക്സ്ചേഞ്ച് എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെ ഉണ്ട്. ടാക്സി റൂബിയുടെ കറക്റ്റ് സ്ഥലമാണോ ഇത്? റൂബിയുടെ ടാക്സി സ്റ്റാൻഡ് എന്തുവാ? പണ്ട് വാറ്റി തിന്നില്ലേ, അതാണ് എന്റെ പച്ചമിച്ച്. അച്ഛൻ നല്ല തപ്പ്. നല്ല രസമുണ്ട് ഈ വീഡിയോയിലിങ്ങനെ. ഇവിടെ ടാക്സി സെയിലേക്കുള്ള അവിടെ അച്ഛൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പൊ ഉണ്ടായിരുന്നപ്പോ അച്ഛന് വണ്ടി ഉണ്ടായിരുന്നോ? ഏത്? അതായിരുന്നു ഞാൻ വന്നപ്പോഴുണ്ടായിരുന്നേ. അതി വെള്ളമുണ്ട് കേട്ടോ. ആ റോഡിന്റെ സൈഡിൽ കൂടെ മഴ വരുമ്പോ ഇവിടെയൊക്കെ വെള്ളം വരും അല്ലയോ? കാരണം മലയല്ലേ ബാക്കിലോട്ടങ്ങ്. കണ്ണാണേ കണ്ണാണേ അല്ല, എപ്പോഴും പാടും കണ്ണാനെ കണ്ണാനെ കണ്ണെ കണ്ണീലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തെങ്കിലും കുരുത്തന്നെ കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒന്നിങ്ങനെ കുറ്റപ്പെടുത്തി നുണകളുടെ കുമ്പാരങ്ങൾ കേട്ട് മടുത്തു നിന്നും ചുറ്റിലും അറിയോ? ഈ ബിൽഡിങ് കൊള്ളാലോ, നല്ല കളറൊക്കെ, ലൈറ്റര് അല്ലേ? ഹോട്ടലാണോ? അപ്പൊ എന്നെ തലക്കാതെ അടിക്കുന്നത് പഠിച്ചാ കുരുത്തക്കേട്. അത് വണ്ടിന്റെ ഇവിടെ എങ്ങാണ്ട് വെള്ളം വീഴുന്നത് കണ്ടായിരുന്നു. അത് എവിടെയാ? ആ കൊള്ളാല്ലേ. ഇതെന്തൊരു ബിൽഡിംഗ് ആയിട്ടാ? അമ്പാടിയേ അതാ ഇടത്തെ കൈ കൊണ്ടായാലുള്ള കുഴപ്പം. പരീക്ഷണം എന്റെ മേത്ത് നടത്താനല്ലേ?
അമ്മച്ചി ഇട്ടേനെ ഞാൻ ഡിസൈൻ കാണിക്കും. എനിക്ക് വയ്യേ. പറ്റത്തില്ല, അപ്പൊ നന്നായിട്ട് പടം വരയ്ക്കാലോ. ഞാനൊന്നുമില്ല, അതിനെ പറ്റി ഇൻസ്പയർഡ് മറ്റേ മൈലാച്ചി. എനിക്ക് വയ്യ മെഹന്തി ഇടായിരുന്നു. എനിക്ക് അത്ര ക്ഷമയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പടം വരയ്ക്കാം. അമ്മയ്ക്ക് ബുക്ക് വയ്ക്കാൻ ക്ഷമയില്ലല്ലോ. ബുക്ക് ഞാൻ വായിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാ അത് ഫസ്റ്റില് തന്നെ ആ റൈറ്ററെ പറ്റി വായിക്കും. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നറിയാമോ? ഫ്രണ്ട് പേജ് ഒരു ഇച്ചിരി വായിക്കും. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നറിയാമോ? ബാക്ക് പേജ് വായിക്കും, ബാക്കിൽ നിന്ന് വായിക്കും. പിന്നെ സംശയം തോന്നുമ്പോ എന്തെന്നറിയാമോ? ഫ്രണ്ടിൽ നിന്ന് വായിക്കും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടല്ലേ, പിന്നെ ഒരുമാതിരിയൊക്കെ കാര്യം മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ആ ബുക്ക് ഒന്നേന്നിരുന്ന് വായിച്ച് എന്തുവായാലും ഒരു ബുക്ക് കിട്ടിയ തോന്നിയ ദിവസം താമസിയാതെ ആ ബുക്ക് അങ്ങ് വായിച്ച് തീർക്കുക എന്നുള്ളത് എനിക്കൊരു ക്ഷമയില്ലാത്തൊരു കാര്യമാണ്. ഇല്ല ഞാനെങ്ങനെയാണെന്നറിയോ, ഞാനൊരു ഭാഗം വായിക്കും, എന്നിട്ട് അതിനെ കുറിച്ച് ആ ദിവസം ഇരുന്ന് ആലോചിക്കും. ഇല്ലേ, മറ്റേ ലാൻഡ് ഫ്രാങ്കിന്റെ നീ ആ പാട്ട് എന്തിനാ ഓഫ് ചെയ്തേ? പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ സൗണ്ട് എടുക്കണം. വേണ്ട, ലാൻഡ് ഫ്രാങ്കിന്റെ ബുക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആർന്നല്ലേ അങ്ങനെ ആർന്നല്ലേ എന്ന് പറഞ്ഞ് ആലോചിക്കും. പക്ഷെ ഞാനൊരു ബുക്ക് കിട്ടിയ ഇനി എത്ര വലിയ ബുക്കാണേലും പറഞ്ഞു തീരുന്നതിനെപ്പെട്ട് വായിച്ച് തീർക്കണമെന്നുള്ളത് എന്റെ ഒരു ചെറുതിലേ എനിക്ക് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വായിച്ചു തീർക്കും. എന്നെ മാത്രാണ് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെയാണ് ആ പറഞ്ഞത്. പഠിക്കുന്ന ബുക്കായാലും വായിക്കുമായിരുന്നു. അച്ഛൻ വേറെ ബുക്കൊന്നും വായിക്കത്തില്ല, അതുകൊണ്ടാണ്. ബാലഭൂമി ഉണ്ടായിരുന്നു ലിഫവിയെ. ആ ബാലഭൂമി ഇപ്പൊ പക്ഷെ ബാലഭൂമി കാണാനില്ല. എനിക്ക് കളിക്കുടുക്ക, പിന്നെ ചിത്രകഥ ഉണ്ടായിരുന്നു. ഇന്ന് അമ്പാടി ഉച്ചക്ക് ഉറങ്ങിയില്ലേ പവിയ? ഇല്ല, ഇത് മുഴുവൻ ഇന്ന് കമ്പ്യൂട്ടറുണ്ട്. എനിക്ക് ഞാൻ പഠിച്ചോണ്ടിരുന്നതുണ്ടല്ലോ കൊറിയൻ ഭാഷയുടെ തേർഡ് എല്ലാം കൂടെ അങ്ങ് ഭ്രാന്തെടുക്കും നമുക്ക്. കൊറിയൻ ഭാഷ നീ ചൊവ്വ മലയാളം എഴുതാൻ പഠിക്കും. എന്തേലും അറ്റം മൂലം പഠിച്ച പിന്നെ നിനക്ക് എല്ലാം ആയെന്നുള്ളത്. അങ്ങനെയല്ല, അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. 14 കോൺസണൻസും 21 വവൽസും പഠിച്ച്. ഇനി അടുത്തത് എഴുതുന്നത് ഒരു വാക്കുണ്ടാക്കുന്നത്, അത് പഠിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് നാളെ പഠിക്കാതെ. അപ്പൊ ആ നേരം അവന് കമ്പ്യൂട്ടർ ഞാൻ ടി വി ആണ്. നല്ല രസമാണ് കാണാൻ. മാമസ ആദ്യത്തൊക്കെ തപ്പാ. നീ വീണ്ടും മിക്സി ശരിയാക്കാനായിട്ട് ഇറങ്ങുന്ന എങ്ങോട്ടാ? എവിടാന്ന്? വലിയ പാട് തന്നെ. അമ്മേനായിട്ടിട്ടെ. ഇപ്പൊ നമ്മള് പട്ടിച്ചന്തയ്ക്ക് പോയി എന്ന് പറയുന്നതൊക്കെ ഞങ്ങള് മിക്സി ശരിയാക്കാൻ പോയിട്ട് ശരിയായില്ല. അവിടെ കട അടച്ചേക്കാം. അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ മിക്സി ശരിയൊക്കെ പോയി പാളിപ്പോയൊരു വീഡിയോ ആണ് കേട്ടത്. ടാറ്റ പറ. അപ്പൊ അടുത്ത വീഡിയോ എന്റെ മൈലാഞ്ചി ആയിരിക്കും കേട്ടോ വരുന്നത്. അമ്മ ചീട്ട് തരത്തില്ലേ? എന്ത് ചെയ്യാനാ, ഇടത്തെ കൈ ആയിപ്പോയി, അതുകൊണ്ട് എങ്ങനെ ഇടുന്നത് വാക്കില്ല. നോക്കാം. ബൈ.